ജരാസന്ധ വധത്തിനു ശേഷം പാണ്ഡവന്മാർ രാജസൂയത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അതിനു മുന്നോടിയായി 4 ദിക്കിലുമുള്ള രാജാക്കന്മാരിൽ നിന്നെല്ലാം ധനവും കപ്പവും ശേഖരിക്കുന്നതിന് ധർമ്മപുത്രരുടെ 4 അനുജന്മാരും പുറപ്പെട്ടു. പൂർവ്വദിക്കിലേക്ക് പുറപ്പെട്ട ഭീമസേനൻ വിദേഹം, ദശാർണം, ചേതിരാജ്യം തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ യുധിഷ്ഠിര രാജാവിന്റെ മേൽക്കോയ്മ സ്ഥാപിച്ച് ഒട്ടേറെ ധനവുമായി തിരിച്ചെത്തി. പാർത്ഥൻ പുറപ്പെട്ടത് വടക്കുദിക്കിലേക്കാണ്. കാളിന്ദ രാജ്യം പിടിച്ചടക്കിയ അർജുനന് പ്രാഗ്ജ്യോതിഷപുരം പിടിച്ചടക്കുവാൻ അവിടുത്തെ രാജാവായ ഭഗദത്തനോട് സുദീർഘമായ ഒരു യുദ്ധം നടത്തേണ്ടി വന്നു. തുടർന്ന് കാശ്മീര രാജാവ്, ഗന്ധർവന്മാർ തുടങ്ങിയവരെ കൊണ്ടും യുധിഷ്ഠിരന്റെ മേൽക്കോയ്മ സ്ഥാപിച്ചെടുത്ത് ഒടുങ്ങാത്ത പാരിതോഷികങ്ങളുമായി പാർത്ഥൻ മടങ്ങിയെത്തി. പശ്ചിമദിക്കിലേക്ക് പുറപ്പെട്ട നകുലൻ ത്രിഗർത്തം, പുഷ്കരം തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ യുധിഷ്ഠിര രാജന്റെ മേൽക്കോയ്മ സ്ഥാപിച്ച് ധനവുമായി മടങ്ങും വഴി മാതൃരാജ്യത്ത് ചെന്ന് അമ്മാവനായ ശല്യരെ സന്ദർശിച്ചു. അദ്ദേഹം സന്തോഷത്തോടെ സമ്മാനിച്ച ഒട്ടേറെ ധനവുമായി വന്നെത്തി. തെക്കൻ ദിക്ക് ലക്ഷ്യമാക്കി യാത്ര ചെയ്ത സഹദേവൻ, മത്സ്യരാജൻ, ദന്തവക്രൻ, നീലൻ, പാണ്ഡുകേരള രാജാക്കന്മാർ ഇവരുടെ കപ്പവുമായി ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. യാഗശാലകളും അതിഥി മന്ദിരങ്ങളും തയ്യാറായതോടെ രാജസൂയത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ശ്രീകൃഷ്ണ ബലരാമന്മാരും വന്നെത്തി. പാണ്ഡവ പുരോഹിതനായ ധൗമ്യന്റെ നിർദ്ദേശപ്രകാരം മറ്റു പുരോഹിതന്മാരും വന്നു ചേർന്നു. യജ്ഞവേളയിലെ ബ്രഹ്മപദം സ്വീകരിച്ചത് വ്യാസമഹർഷിയായിരുന്നു. രാജസൂയത്തിന്റെ പൂർണ്ണ ചുമതലയും സഹദേവനെയാണ് ഏൽപ്പിച്ചത്. ക്ഷണമനുസരിച്ച് ഹസ്തിനപുരിയിൽ നിന്ന് ഭീഷ്മ, ദ്രോണാദികൾ, ദുര്യോധനാദികൾ, ധൃതരാഷ്ട്രർ, വിതുരർ, കർണൻ തുടങ്ങി ശകുനിയും വന്നെത്തിയിട്ടുണ്ട്. ബ്രാഹ്മണ സൽക്കാരം അശ്വത്ഥാമാവിനെയും ഭക്ഷണശാല മേൽനോട്ടം ദുശാസനനെയും കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള ചുമതല ദുര്യോധനനെയുമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം ഒട്ടും ഇഷ്ടപ്പെടാത്ത ശിശുപാലൻ കൃഷ്ണനെയും പാണ്ഡവരെയും നിന്ദിച്ചുകൊണ്ട് പലതും പറഞ്ഞു. ഭീഷ്മ പിതാമഹനെയും നീചഭാഷയിൽ കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു. ശിശുപാലനെ സമാധാനിപ്പിക്കാൻ നടത്തിയ ശ്രമം വിജയിക്കാതെ വന്നപ്പോൾ ശിശുപാലനെ വധിച്ചു കളയാമെന്ന് ഭീമസേനൻ തീരുമാനിച്ചു. ശിശുപാലന്റെ 100 കുറ്റങ്ങൾ വരെ താൻ ക്ഷമിക്കാമെന്ന് കൃഷ്ണൻ ശിശുപാലന്റെ മാതാവിന് വാക്കുകൊടുത്തിരുന്നു. എന്നാൽ ശിശുപാലൻ രാജസൂയത്തിനെത്തി എല്ലാവരെയും നിന്ദിച്ചത് 101ാമത്തെ കുറ്റമായതിനാൽ മറ്റൊന്നും ആലോചിക്കാതെ കൃഷ്ണൻ തന്റെ സുദർശന ചക്രമയച്ച് ശിശുപാലന്റെ കഴുത്തറുത്തിട്ടു. ശിശുപാല വധത്തിനു ശേഷം രാജസൂയം യാതൊരു വിഘ്നവും കൂടാതെ ഭംഗിയായി പര്യവസാനിച്ചു. യുധിഷ്ഠിരൻ ചക്രവർത്തിയായി അതിഥികളും ബന്ധുജനങ്ങളുമെല്ലാം പിരിഞ്ഞു. പക്ഷേ ദുര്യോധനനും അമ്മാവൻ ശകുനിയും മാത്രം ഇന്ദ്രപ്രസ്ഥത്തിൽ തങ്ങി.